അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കുറുവട്ടൂരികൾ ഇപ്പോൾ കാര്യമായിട്ട് എടവണ്ണപ്പാറയിലും വേങ്ങരയിലും അതുപോലെ അതിന്റെ മുമ്പ് നടന്ന ചില പരിപാടികളിലൊക്കെ കാര്യമായിട്ട് ചർച്ച ചെയ്ത 2-3 വിഷയമുണ്ട്. ഒന്നും ക്ലച്ച് പിടിക്കണില്ല. പല വിഷയങ്ങളും ആരോപണങ്ങളായി കൊണ്ടുവന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇങ്ങോട്ട് ഏശണില്ല. ഇപ്പം കാര്യമായിട്ട് പാടുന്ന പാട്ട് മർക്കസിൽ തബ്ലീഗ് ജമാഅത്തുകാരന് സ്വീകരണം കൊടുത്തു. ഒന്ന്. രണ്ടാമത്തത് ഹുസൈൻ മടവൂരിന് എ.പി. ഉസ്താദ് കൈ കൊടുത്തു. മൂന്നാമത്തത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഇംഗ്ലീഷിൽ ഖുത്ബ ഓതുന്ന യഹ്യാ റോഡസ് ആണ്. ഇതാണ് ഇപ്പൊ കാര്യമായ ചർച്ച. പിന്നിപ്പോ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ചേളാരി വിഭാഗത്തിൽ നിന്നുള്ള ഒരു ടീമിന്റെ കൂടെ കൂടാൻ വേണ്ടിയിട്ട് അവരെ പൊക്കി കുറെ പറഞ്ഞു വെക്കി. അത് ക്ലച്ച് പിടിക്കണില്ല, അത് ശരിയാകൂല, ഒരു കൂട്ടൂല. ജഫരി മുത്തുക്കോയ തങ്ങൾ വാപ്പ തന്നെ പറഞ്ഞു, ജാക്കറ്റ് വിചാരിച്ചാണ് നമ്മൾ അതിൽ കയറൂല, നമുക്ക് ആ ടെസ്റ്റും ഇല്ല എന്ന് പറഞ്ഞപ്പം പിന്നെ വല്ല അയിമന്ന് ചാടി മറ്റേ ഭാഗത്തുള്ള സുഹാബികളുണ്ടല്ലോ, ഏത് മുജാഹിദുകളൊക്കെ മരിച്ചാലും മയ്യപ്പിക്കരിച്ചാൻ പോവുകയും ചെയ്യും, ഓരോ പുസ്തകം ഉദ്ഘാടനം ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുന്ന അതുപോലെ ലീഗിലുള്ള മറ്റുള്ള വഹാബികളോടൊപ്പം തോളി ചേർന്ന് നടക്കുന്ന ആൾക്കാരെ കൂട്ടിയിട്ടുള്ള ഒരു ടീമുണ്ടല്ലോ. ഇനിയിപ്പോ ആ ടീമിനെ ഒന്ന് പൊക്കിയിട്ട് ഓരോ കൂടെ എങ്ങനെ കൂടാൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമം കൂടി ഇപ്പൊ ഈ അടുത്ത പ്രസംഗങ്ങളിലൊക്കെ നടത്തി നോക്കുന്നുണ്ട്. വിജയിക്കുമെന്ന് അള്ളാഹു ആലോ, വിജയിക്കൂല. ആർക്കും ഇതിന് വേണ്ട. ഇതിന് എത്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എല്ലാവർക്കും വിഷയം മനസ്സിലാക്കണം. കുറുവട്ടൂരികളുടെ വാക്കും കീറച്ചാക്കും ഒരേ മാതിരിയാന്ന് എല്ലാവർക്കും അറിയാം. ഏതായാലും അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇങ്ങനെ ചില കോപ്രായങ്ങളാണ് ഇപ്പൊ ഈ 2-3 പരിപാടികളിലായിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിന്റെ അവസ്ഥ? ഒന്നാമത്തത്, മർക്കസിൽ ആഴ്ചകൾക്ക് മുമ്പ് ഒരു തബ്ലീഗ് ജമാഅത്തുകാരന് സ്വീകരണം നൽകി എന്നുള്ളതാണ്. സമദ് അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് കാന്തപുരം കാരന്തൂര് മർക്കസിൽ അതാ തബ്ലീഗ് ജമാഅത്തിന്റെ ഒരു നേതാവിന് സ്വീകരണം. ഇനി അതേ വിഷയത്തെ സംബന്ധിച്ച് നൗഷാദും പറയുന്നുണ്ട്, കുഞ്ഞേമും പറയുന്നുണ്ട്. ഒക്കെ കൂടി നമ്മൾ ക്ലിപ്പ് ഇതിൽ വിടണ്ട. മൂന്നാളും ഒരേ വിഷയം തന്നെയാണ് ഓരോ അങ്ങാടിയിലും പറയല്. നൗഷാദ് പറയുന്നത് ഒന്ന് കേട്ടുക. ഈ അടുത്ത് മർക്കസിൽ സംഭവിച്ച സംഭവം, ഉത്തരേന്ത്യക്കാരനായ തബ്ലീഗ് നേതാവ് അതാ മർക്കസിൽ പ്രസംഗിക്കുകയാണ്. ഈ അടുത്ത് ഉത്തരേന്ത്യക്കാരനായ തബ്ലീഗുകാരൻ മർക്കസിൽ ഒന്ന് പ്രസംഗിക്കുന്നു എന്നാണ് നൗഷാദ് പറയുന്നത്. സമദ് പറഞ്ഞതാണെങ്കിൽ ആഴ്ചകൾക്ക് മുമ്പ് അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് തബ്ലീഗുകാരന് സ്വീകരണം കൊടുത്തു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഓരോ ദിവസവും അങ്ങാടികളിൽ വൈകുന്നേരമായാൽ ഛർദ്ദിക്കണമെങ്കിൽ അതിന് കണ്ടന്റ് വേണം. ആ കണ്ടന്റ് യൂട്യൂബിൽ തപ്പി 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 കിട്ടുമ്പോൾ അതുകൊണ്ട് ഒരൊറ്റ ഓട്ടമാണ് അങ്ങാടികളിലേക്ക്. ഇത് ഈ അടുത്ത് നടന്ന സംഭവമായിട്ടാണ് ഇവർ ചിത്രീകരിക്കുന്നത്. ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. അതുമായി ബന്ധപ്പെട്ട് മർക്കസിന്റെ ഓഫീസിൽ നിന്ന് ആ സമയത്ത് തന്നെ അതിന് വിശദീകരണം നൽകിയിട്ടും ഉണ്ട്. ഈ സാധുക്കള് അതൊന്നും കണ്ടിട്ടില്ല. ഇവർ ഈ കണ്ടന്റ് തപ്പി തെരഞ്ഞ് പായുന്നതിനിടയിൽ കിട്ടിയത് കൊണ്ട് ഓടിയതാണ്. സംഭവം എന്താന്നുള്ളത് ഇവർക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. എന്നിട്ട് മർക്കസിൽ സ്വീകരണം നൽകാണ്, ഈ അടുത്താണ് വന്നത് എന്നൊക്കെ പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. 4 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് സംഭവിക്കുന്നത്. ഒരു ദിവസം ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമയും ഖലീൽ തങ്ങൾ പാപ്പയും പേരോട് ഉസ്താദ് അടക്കമുള്ള നമ്മുടെ ആലിമീങ്ങൾ ഒരു മീറ്റിംഗ് കൂടുന്നതിനിടയിൽ ഉത്തരേന്ത്യക്കാരനായ ഒരാള് മർക്കസിന്റെ ഓഫീസിൽ വന്ന് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. അപ്പൊ മീറ്റിംഗ് നടക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ആ മീറ്റിംഗിൽ പോയി ഉസ്താദിനെ കണ്ട് സംസാരിക്കണം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞപ്പോ ആ മീറ്റിംഗിലേക്ക് അദ്ദേഹത്തെ പറഞ്ഞയച്ചു. മീറ്റിംഗ് നടക്കുന്നതിനിടയിലാണ് ഈ ഉത്തരേന്ത്യക്കാരനായ ത്വാഹ എന്നറിയുന്ന ആള് അങ്ങോട്ട് കയറി ചെന്നത്. ഇയാളെ സംബന്ധിച്ച് അവിടെ കൂടിയിരിക്കുന്ന ഒരാൾക്കും അയാൾ ഒരു തബ്ലീഗുകാരനാണ് എന്ന് അറിയില്ല. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ അടക്കമുള്ള നമ്മുടെ പണ്ഡിതന്മാർക്കൊന്നും അയാൾ ഒരു തബ്ലീഗുകാരനാണെന്നുള്ള അറിയില്ല. അയാൾ അവിടെ കയറി വന്നു. പുറത്തുനിന്ന് അങ്ങനെ ഒരുപാട് ആളുകൾ മർക്കസ് സന്ദർശിക്കാൻ വരുന്നതല്ലേ. എത്രയോ ആളുകൾ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്നും ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നടക്കം എത്രയോ ആളുകൾ ഓരോ ദിവസവും അവിടെ സന്ദർശനത്തിന് വരുന്നവരാണ്. അതുപോലെ ഒരു ഉത്തരേന്ത്യക്കാരനായ സന്ദർശകൻ, അത്രേ അവർ മനസ്സിലാക്കിയിട്ടുള്ളൂ. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് പോയതിന്റെ ശേഷമാണ് ഇദ്ദേഹം ഒരു തബ്ലീഗുകാരനാണ് എന്നറിയുന്നത്. ഈ കൂടിയിരുന്ന ആലിമീങ്ങൾക്കൊന്നും അയാളെ സംബന്ധിച്ച് അറിയില്ല. അത് 4 വർഷം മുമ്പ് 2021 ജനുവരി 22-ാം തീയതി അതിന്റെ വിശദീകരണം എന്താണ് എന്ന് മർക്കസിന്റെ ഓഫീസിൽ നിന്ന് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതൊന്നും ഈ സാധുക്കൾ കണ്ടിട്ടില്ല. ഇനി കണ്ടിട്ട് അത് അറിയാതെ പോയതാണോ എന്ന് അറിയില്ല കേട്ടോ. അത് ഉറുദുവിലായിരുന്നു ആ ലെറ്റർ അന്ന്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലുള്ള ആളുകളിലേക്ക് ആ വിവരങ്ങൾ അറിയിക്കുന്ന ഒരു ലെറ്റർ കൂടിയായിരുന്നു അത്. അപ്പോ അതിനെ സംബന്ധിച്ച് അന്ന് തന്നെ അതിന്റെ വിശദീകരണം നൽകിയിട്ടുണ്ട്. ഇവര് ചിലപ്പോൾ ആ ഉറുദുവിലുള്ള ലെറ്റർ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. അത് തിരിഞ്ഞിട്ടുണ്ടാവില്ല, അല്ലാഹു അഅലം. അല്ലെങ്കിൽ അത് തിരിഞ്ഞിട്ടുണ്ടാകും, അത് മൂടി വെച്ചിട്ടുണ്ടാകും. ഇത് നടന്നത് 4 കൊല്ലം മുമ്പാണ് എന്ന് അറിയാം. പക്ഷെ നമുക്ക് അങ്ങാടിയിൽ ഛർദ്ദിക്കണ്ടേ, കണ്ടന്റ് കിട്ടണ്ടേ? അപ്പൊ കിട്ടിയത് കൊണ്ട് ഓടിയിട്ട് അങ്ങ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മളിപ്പോ ഇതൊന്നും ഇങ്ങനെ പറയണ്ട, എന്തിനാ അതൊക്കെ ഇങ്ങനെ പറയണ്ടേ വിചാരിച്ചാൽ നമ്മൾ ഇതിങ്ങനെ തൊഴിലാക്കുകയാണ്. ഓരോ ദിവസവും ഇതന്നെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണിപ്പോ അതിന്റെ അവസ്ഥ.
തബ്ലീഗുകാരന് സ്വീകരണം നൽകി എന്നൊക്കെ എന്നിട്ട് പറഞ്ഞത്. അവിടെ അങ്ങനത്തെ ഒരു സ്വീകരണമല്ല നൽകി. അങ്ങനെ ഉത്തരേന്ത്യയിൽ നിന്നും മറ്റു പുറത്തുനിന്നൊക്കെ ആളുകൾ വരുമ്പം അവർക്ക് മർക്കസിന്റെ ഒരു ഷാൾ കൊടുക്കും. അത് സാധാരണ അവിടെ വരുന്ന ആളുകൾക്കൊക്കെ കൊടുക്കുന്നതാണ്. അത് അദ്ദേഹത്തിന് കൊടുത്തു, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരാളെ വിളിച്ചു വരുത്തി അയാൾ ആനയിച്ചുകൊണ്ടെയാണ് സ്വീകരിച്ച പരിപാടിയൊന്നും അല്ലത്. അതും ഒരു മീറ്റിംഗിൽ വെച്ചിട്ടാണ്. ഏതായാലും അതാണ് ഒരു വിഷയം. നമ്മുടെ സമ്മേളനത്തിൽ ഇംഗ്ലീഷിൽ ഖുത്ബ ഓതുന്ന യഹ്യാ റോഡസിനെ പങ്കെടുപ്പിച്ചു എന്നുള്ള അതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി തന്നെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് 4-5 ദിവസങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. എന്നാൽ സുഹൃത്തുക്കളെ, ചിലർ യൂറോപ്യൻ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ കൂടുതൽ അറിവില്ലാത്ത ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വരുന്ന ആളുകൾ അവർ കൂടുതൽ വിവരമില്ലാത്തത് കൊണ്ട് ഏതെങ്കിലും ഒരാൾ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ച് ഖുത്ബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിച്ചു പോയി എന്നതിനാൽ അത് ചൂണ്ടിക്കാണിച്ച് സുബ്ഹാനല്ലാഹ് ഖുത്ബ ലോകത്താകെ അറബിയല്ലാത്ത ഭാഷയിലാണ് നിർവഹിക്കുന്നത് എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഒരാളെ പറ്റി നല്ലതേ വിചാരിക്കാൻ പാടില്ല. പരിശുദ്ധ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസപ്രകാരമുള്ള നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന അതായി കണ്ട ഒരാൾ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെ സംബന്ധിച്ച് അന്വേഷിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാവില്ലല്ലോ. അല്ലാത്ത ജസ്സൂദല്ലേ ഖുർആൻ പറഞ്ഞത്, ചുഴന്നന്വേഷിക്കരുത്. അങ്ങനെ ഒരാളെ സംബന്ധിച്ച് നല്ലത് വിചാരിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടുതൽ ആഴത്തിലുള്ള അറിവില്ലാത്തത് കൊണ്ട് അദ്ദേഹം ഏതോ സമയത്തോ ഏതോ ദിവസമോ അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ നിർവഹിച്ചു പോയ ഒരാളെ നമ്മുടെ ഏതെങ്കിലും സ്റ്റേജിൽ കൊണ്ടുവന്നാൽ അദ്ദേഹം ഖുത്ബ അറബിയിൽ ഒന്ന ആളല്ല എന്നറിഞ്ഞുകൊണ്ടല്ല കൊണ്ടുവന്ന് പിന്നെ കുറെ ദിവസം കഴിയുമ്പോഴാണ് വിവരം. അപ്പോഴേക്ക് പിന്നെ ഇതാ സുന്നത്ത് ജമാഅത്തിന്റെ ആശയമൊക്കെ മാറ്റിയിരിക്കുന്നു സുന്നികൾ എന്ന് പറയുന്ന കബളിപ്പിക്കുന്ന കക്ഷികളെ കാണാം. അത് വഞ്ചനയാണ്, കബളിപ്പിക്കലാണ്, ദജ്ജാലൂന. അതേ സമയത്ത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ നയങ്ങൾക്കോ ആശയങ്ങൾക്കോ നിയമങ്ങൾക്കോ ഒരു മാറ്റവും ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവുകയില്ല. ഏതെങ്കിലും അറിവില്ലാത്ത കക്ഷികൾ അറിവ് ഇല്ലാത്തവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ തിരുത്തുക എന്നല്ലാതെ അവരെ ദുഷിക്കുക എന്നതല്ലല്ലോ നമ്മുടെ രീതി. ഈ യഹ്യാ റോഡസ് എന്ന് പറയുന്ന ആള് ഒരു പക്കാ സുന്നിയാണ് എന്ന് കുരുവട്ടൂരികൾ ഇപ്പോൾ അവിടെ എങ്ങനെയെങ്കിലും കയറി പറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ ടീം 2021 ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അവർ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അത് പ്രചരിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം മക്ബറയിൽ സിയാറത്ത് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. മൗലിദിന്റെ സദസ്സിൽ മൗലിദ് ഓതിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അഹ്ലുസ് സുന്നയുടെ ആദർശങ്ങളും ആശയങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം ഇംഗ്ലീഷിലുള്ള ഒരു ഖുത്ബ ഓതുന്ന ആളാണ് എന്നുള്ളത് അദ്ദേഹത്തെ നമ്മുടെ സമ്മേളനത്തിലേക്ക് പങ്കെടുപ്പിക്കുന്നതിന്റെ മുമ്പ് ആ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോഴൊന്നും നമ്മുടെ ആലിമീങ്ങൾ ആ വിഷയം അറിഞ്ഞിട്ടില്ല. അത് പിന്നീടാണ് അറിയുന്നത്. അദ്ദേഹത്തെ ആ വിഷയം പറഞ്ഞ് ബോധ്യപ്പെടുത്തി അഹ്ലുസ് സുന്നയുടെ ആശയം ആദർശം ഇങ്ങനെയാണ്, ഫിഖഹിന്റെ മസല വിഷയത്തിൽ ഇന്നതാണ് എന്ന് ബോധ്യപ്പെടുത്തും. അപ്പൊ അതിന്റെ മുമ്പ് അദ്ദേഹത്തെ വഹാബിയാക്കി, വഹാബിയെ നമ്മൾ സ്റ്റേജിൽ കയറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് മറ്റൊരു വിഷയം ആകെ ഇപ്പോ പ്രസംഗിക്കാനുള്ള ഒരു മാറ്റർ. മൂന്നാമത്തെ വിഷയം ഹുസൈൻ മടവൂരിന് കൈ കൊടുത്തു എന്നുള്ളതാണ്. അത് ആ വീഡിയോ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാകും. നമ്മൾ ഇന്നലെ അത് ഇതിലിട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ ഒരു പരിപാടിയിലേക്ക് കയറി വരുന്ന സമയത്ത് പല ആളുകളും ശൈഖുനയുടെ കൈ പിടിക്കുന്നുണ്ട്. അതിനിടയിൽ ഹുസൈൻ മടവൂർ പെട്ടെന്ന് വന്ന് അപ്രതീക്ഷിതമായിട്ട് കൈ കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ഉസ്താദും തന്നെ അതിന്റെ മുമ്പുള്ള ആളുകൾക്കൊക്കെ കൈ കൊടുത്ത് വരില്ലേ, അപ്പൊ ഉസ്താദും കൈ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇത് ഹുസൈൻ മടവൂരാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഉസ്താദ് പെട്ടെന്ന് കൈ അങ്ങനെ താത്തി കൊണ്ടുപോവുകയാണ്. ഹുസൈൻ മടവൂർ തന്റെ കൈ ഉസ്താദിന്റെ കൈയിന്റെ പിന്നാലെ കൊണ്ടുപോകുന്നുണ്ട്. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഒരിക്കലും ഉസ്താദ് അറിഞ്ഞുകൊണ്ട് അയാളോട് സലാം പറഞ്ഞ് കൈ പിടിച്ച് കുശലാന്വേഷണം നടത്തുന്നല്ല എന്നുള്ളത് കണ്ട എല്ലാവർക്കും അറിയില്ലേ. അപ്രതീക്ഷിതമായി അയാൾ മുന്നിലേക്ക് വന്ന് കൈ കൊടുത്തു എന്ന് വന്നാൽ തന്നെ പലോ സുല്ലിമ എന്ന് അറിയില്ല നമ്മൾ. ഇനിയിപ്പോ അത് സംഭവിച്ചാൽ തന്നെ ഒരിക്കലും അത് ഉസ്താദ് അറിഞ്ഞുകൊണ്ട് കൊടുക്കല്ല. അത് നമുക്കൊക്കെ നേരത്തെ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഒരു പരിപാടിയിൽ ഉസ്താദ് സ്റ്റേജിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പല ആളുകൾ കൈ കൊടുക്കുന്നുണ്ട്. അതേ സമയത്ത് മുന്നിൽ നിന്ന് ഒരു വഹാബി കൈ കൊടുത്തപ്പോൾ ഉസ്താദ് കൈ കൊടുത്തില്ല. അത് ആ വഹാബി കൈ നീട്ടി, പക്ഷെ ഉസ്താദ് കൊടുത്തില്ല. അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഉസ്താദ് കൊടുക്കൂല. പക്ഷെ കുരുവട്ടൂരികൾ എങ്ങനെയെങ്കിലും ഇവിടെ ഉസ്താദിനെ വഹാബി ആക്കണല്ലോ, അല്ലെങ്കിൽ വഹാബിക്ക് കൈ കൊടുത്ത ആളാക്കണല്ലോ, എന്നിട്ട് അവർക്ക് കുറച്ച് ദിവസം എന്തെങ്കിലും സ്റ്റേജ് കെട്ടി നടക്കണല്ലോ, അതിനു വേണ്ടി ഒപ്പിച്ചുണ്ടാക്കിയ ഒരു ഫോട്ടോയാണത്. അതാണ് അതിന്റെ വിഷയം.